ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറച്ചു മുമ്പേ ചന്ദ്രിയെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം കഴിക്കണമെന്ന് ഞാൻ സുജിത്രയോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം എന്റെ മാധവേട്ടൻ ഉണ്ണിയപ്പം കൊതിച്ചിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് മാധവേട്ടന് ഉണ്ണിയപ്പമായിട്ട് വന്നതാ ഞാൻ. തൽക്കാലം ആ പണം വാങ്ങി ബിസിനസ്സിൽ നിക്ഷേപിക്കേ. എന്റെ ആഭരണത്തിലാണല്ലോ ഹരിത കണ്ണുവെക്കുന്നത്. മറ്റേതോ ആപത്തിന്റെ തുടക്കമാ. അതവിടെ നിൽക്കട്ടെ. ഒട്ടും ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. മാധവേട്ടൻ ഉണ്ണിയപ്പം എത്തിക്കണം. ഇത് ഞാൻ ചന്ദ്രുവിന് പുതിയതായിട്ട് വാങ്ങിക്കൊടുത്ത ഫോൺ നമ്പറാണല്ലോ. ചന്ദ്രു, ഞാൻ നിന്നെ ഫോണിൽ അങ്ങോട്ട് വിളിച്ചതാണല്ലോ. നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? അതൊക്കെ പറയാം. എനിക്ക് മാധവേട്ടനെ ഒന്ന് കാണണം. ഈ രാത്രിയിൽ ഇപ്പോ എന്താ ചന്ദ്രു ഇത്? മാധവേട്ടനൊന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. നിനക്ക് എന്ത് പറ്റി ചന്ദ്രു? നീ എന്തായി പറയുന്നത്? ഞാനിവിടെ വീടിന്റെ മുന്നിൽ നിൽക്ക. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. നീ രാത്രിയിൽ പുറത്തു നിൽക്കുകയാണെന്നോ? വെറുതെ നീ എന്നെ പറ്റിക്കല്ലേ? പറ്റിക്കൊന്നുമല്ല, ഞാൻ പുറത്തുണ്ട്. ചന്ദ്രു, ഞാൻ വരുന്നു. എന്താ ചന്ദ്രു കാണിച്ചത്? പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് എന്നെ കാണാൻ വന്നിരിക്കുന്നു. എന്താ വിവേകമായി കാണിച്ചത്? മാധവേട്ട, ചില ഇഷ്ടങ്ങൾ എങ്ങനെയാ? കാണണമെന്ന് തോന്നിയ കണ്ടേ പറ്റൂ. ഉണ്ണിയപ്പം തിന്നണമെന്ന് കൊതി തോന്നിയ മാധവേട്ട വാങ്ങി കഴിക്കാറല്ലേ? കുറച്ചു മുമ്പേ ചന്ദ്രിയെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം കഴിക്കണമെന്ന് ഞാൻ സുജിത്രയോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം എന്റെ മാധവേട്ടൻ ഉണ്ണിയപ്പം കൊതിച്ചിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് മാധവേട്ടന് ഉണ്ണിയപ്പമായിട്ട് വന്നതാ ഞാൻ.
ചന്ദ്രു, ഞാൻ ഈ കാണുന്നതൊക്കെ സ്വപ്നമാണോ അതോ സത്യമാണോ? ഉണ്ണിയപ്പം കഴിക്കാൻ മാത്രമല്ല ഞാൻ കൊതിച്ചത്, കൂട്ടത്തി നിന്നെ കൂടെ ഒന്ന് കാണാനാ. മനസ്സ് കൊതിച്ചത് കൺമുമ്പിൽ കൊണ്ടു തന്നിരിക്കുന്നു ഭഗവാൻ. ഇതെന്ത് അത്ഭുതമാ. മാധവേട്ട, നമ്മള് രണ്ട് ശരീരമാണെന്നല്ലേ ഉള്ളൂ, ഒരു മനസ്സല്ലേ? അപ്പോ ആ മനസ്സ് കൊതിക്കുന്നത് ഈ മനസ്സിനെ അറിയാൻ കഴിയണമല്ലോ. ചന്ദ്രു, ഇതാണ് മാധവേട്ട പ്രണയം. കാലത്തിനോ പ്രായത്തിനോ മായ്ക്കാൻ കഴിയാത്ത സത്യമായ പ്രണയം. വാ ചന്ദ്രു. രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ചന്ദ്രു ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തെക്കുറിച്ച് ഓർമ്മ വന്നു. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മനസ്സൊന്നൊലഞ്ഞപ്പോ ഉണ്ണിയപ്പം കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചതും ശരിയാ. പക്ഷേ അത് നിന്റെ മനസ്സിൽ തോന്നിക്കുമെന്നോ രാത്രിയിൽ തന്നെ ഇവിടെ എത്തിക്കുമെന്നോ തീരെ പ്രതീക്ഷിച്ചില്ല ചന്ദ്രു. രാത്രിയെന്നോ പകലെന്നോ ചിന്തിച്ചില്ല. ഹരിതയുടെ വീട്ടിൽ നിന്നും അവൾ അറിയാതെയുള്ള യാത്രയാണെന്നും ചിന്തിച്ചില്ല. ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റണമെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഗർഭിണിയായ ഭാര്യയ്ക്ക് ഇഷ്ടഭക്ഷണം എത്തിക്കാൻ വെളുക്കുവോളോ അലഞ്ഞു തിരിഞ്ഞ ഭർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ നേരെ മറിച്ച ഭർത്താവിന്റെ ഉണ്ണിയപ്പക്കൊതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഭാര്യയുടെ രാത്രി സഞ്ചാരം, അതും മനസ്സ് വായിച്ചറിഞ്ഞ്. കഴിക്കേ. ആഹാ, കഴിക്കേ. ചന്ദ്രുവും കഴിക്ക്. മാനത്തെ കൊട്ട